പാലായി വന്നപ്പോഴാണോ വിളിച്ചേ? ആ, വരാം. എവിടുന്നാ വരുന്നേ? തൃശ്ശൂര്. ദൈവമേ, തൃശ്ശൂരിൽ നിന്ന് വരുവാണോ? ആ, തൃശ്ശൂരിന്ന് അത് കൊണ്ടുവരുന്നേ. ഇത് കൊണ്ടുവരുന്നേ? അല്ല, ഇപ്പൊ ഈ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിൽ തന്നെയാണോ വന്നിറങ്ങിയേ? ആ, എന്നിട്ട് പിന്നെ ഇതിലെ നടന്നു പോയതാണോ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ? അങ്ങനെ. അങ്ങനെ പോയി. ആ, ജിൻസിയ അതുകൊണ്ടല്ല, നീ പറഞ്ഞു കാണിയല്ല കേക്ക റോട്ടിൽ ഇറങ്ങാൻ. ഇത് ഈ റോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് നിങ്ങളെ ഫാദറും മദറും ഉണ്ടാകുന്നതിന് മുമ്പുള്ള റോഡായത്. KK റോഡ്, കോട്ടയം കുമിളി റോഡ് ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പുള്ള റോഡാണ്. റാണി സേതു ലക്ഷ്മിഭായ് പണിത റോഡായത് കോട്ടയം കുമിളി റോഡ്. ചരിത്രം പഠിച്ചിട്ട് കാണുമോ എനിക്കറിയത്തില്ല, ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതെയോ? പൊന്നത്തെ എവിടെ? ആ, ചെറുക്കടകാരെന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? ചെറുക്കടവെന്ന് പറഞ്ഞാൽ കോത്താരത്തുകാരെന്നാ പറയുന്നത്. ആ, എന്നാന്നറിയോ? മോക്കറിയത്തില്ല, തൃശ്ശൂരുകാരുടെ കഥ പറഞ്ഞുതരാം. ചെറുക്കടവെന്ന് പറഞ്ഞാൽ കോത്താരത്തുകാരെന്നാ പറയുന്നത്. ഈ ഏരിയയിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായ ആൾക്കാരെയാണ് ചെറുക്കടവുകാരെന്ന് മനസ്സിലാക്കിയത്. നമ്മൾ കുറച്ച് പറയാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അതിന് ഒന്ന് രണ്ട് കഥകളുണ്ട്. അപ്പോൾ ഈ കാച്ചിൽ നട്ട് കഴിഞ്ഞപ്പോൾ കാച്ചിൽ നട്ട് വള്ളി വരുമല്ലോ, കാച്ചിലിൻ്റെ വള്ളി വരും. അപ്പോൾ ഈ കാച്ചിൽ മരത്തെ കയറ്റി വിടണം. അവരെയും കൂടെ മുഖത്ത് കാണിക്കാം, അവരുടെ എക്സ്പ്രഷനോടെ ഒന്ന് നാട്ടുകാർ കണ്ട്. കാച്ചിൽ മരത്തെ കയറ്റി വിടുമ്പോൾ കാച്ചിൽ ഇങ്ങനെ വള്ളി നിലത്തു കമ്പ് കുത്തി കയറ്റി വിടും. അപ്പോൾ ഈ ചെറുക്കടവുകാർ പറഞ്ഞു, ബുദ്ധിയുള്ള ആൾക്കാരായതുകൊണ്ട് അവർ കമുക് വളർന്നു നിൽപ്പുണ്ടായിരുന്നു. കമുകിൻ്റെ അറ്റത്ത് വള്ളി കെട്ടി വലിച്ച് ഈ കാച്ചിലേക്ക് കെട്ടി. എന്ത് സംഭവിക്കും? പൊങ്ങി നിൽക്കുന്ന കമുകിന്റെ അറ്റം വളച്ച് ഈ കാച്ചിലേക്ക് കെട്ടിയ ആൾക്കാരാണ് ഇവര്. അത്ര ബുദ്ധിമാന്മാരാണ് ഇവർ. എന്നാ സംഭവിക്കും? വളർന്ന് അതേ കയറി കാച്ചിലെല്ലാം. ആ, നീ പറ. ചെറുക്കടകാരി ബുദ്ധിയുള്ള ആളല്ലേ? നീ പറഞ്ഞേ ആദ്യം പേര് പറ. ശിവപ്രിയ. ഇതോ? ശ്രീദേവി. ആ, രണ്ടുപേരും ഭയങ്കര ഫേമസ് പേര്. നമ്മൾ ആ കെട്ടിയ വള്ളി എന്ത് സംഭവിക്കും? പൊട്ടിപ്പോവുള്ളോ? ഈ അത് വളർന്ന് മേളിലേക്ക് പോകുമ്പോൾ കാച്ചിൽ എന്ന് പറയുമ്പോൾ ആ മണ്ണിന്റെ അടിയിലായതുകൊണ്ട് രണ്ടും മണ്ണിന്റെ അടിയിലാണ് നിൽക്കുന്നത്. നമ്മളിങ്ങനെ നിൽക്കുന്ന കമ്മിനെ വളച്ചിങ്ങോട്ട് ഈ കാച്ചിലേക്ക് കെട്ടി ഇങ്ങനെ വളഞ്ഞു നിൽക്കുമല്ലേ. അപ്പൊ കമ്മിൽ നമ്മൾ വിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കമ്മുവ് നേരെയാവും. അപ്പൊ എന്നാ സംഭവിക്കും? അപ്പോൾ ബുദ്ധിമാന്മാരാ ചെറുപ്പക്കാർ. ഇവര് വീട്ടിൽ പറഞ്ഞ് ഈ കഥ കേട്ടിട്ടാണ്. പിന്നെ വേറൊരു പരിപാടി എന്നാന്ന് വെച്ചാല് മൂടോടെ പറഞ്ഞ് പൊങ്ങി അങ്ങ് പോകുന്നതാണോ പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ ചെറുക്കടകാരെ കുറിച്ച് പറയുന്നത്, പണ്ട് ഇവര് കുറച്ച് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഈ നെല്ലിക്ക തിന്നിട്ട് വെള്ളം കുടിച്ചു. അപ്പോൾ കിണറ്റിൽ നിന്ന് കോരി കഴിഞ്ഞപ്പം വെള്ളം കുടിച്ചപ്പോൾ ഭയങ്കര മധുരം. അപ്പോൾ ഇവർ ചോദിച്ചു, ഈ കിണർ കൊടുത്തേക്കുന്നോ? ഈ കിണറിന് എന്നാ മധുരം എന്ന്. പുള്ളി പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല. ആ നാട്ടുകാരൻ ഇവരെ പറ്റിക്കാനായിട്ട് പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല, ഈ കിണറ്റിൽ ഭയങ്കര മധുരമാണെന്ന് പറഞ്ഞു. കിണർ തന്നെ വേണേൽ തരാം, നിങ്ങൾ കെട്ടി വലിച്ചുകൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പൈസയും കൊടുത്ത് ഏർപ്പാടാക്കി എഗ്രിമെൻ്റ് എല്ലാം വെച്ചിട്ട് കിണർ കെട്ടിവലിയോട് വലിയ ചെറുക്കടവിന് കൊണ്ടുപോകാൻ വേണ്ടി. ഈ ചെറുക്കടവുകാരെ ആരെങ്കിലും വന്ന് തന്നെ വെട്ടിക്കൊല്ലുമോ ദൈവം? ഇത് പണ്ട് തൊട്ടുള്ള കഥകളായിരുന്നു ചെറുക്കടവുകാര്. പക്ഷെ ഇന്ന് ചെറുക്കടവ് കുറച്ച് ഡെവലപ്പായി. ആ ഹൈവേ അതിലെ വന്നതോടുകൂടി ചെറുക്കടവിൻ്റെ രണ്ട് സൈഡിലുള്ള ആൾക്കാർക്ക് നല്ല ബുദ്ധിയും ബോധവും കുറച്ചുകൂടെ കൂടി. അല്ല, പണ്ടില്ലെന്നല്ല, അതൊന്നും നല്ല ബുദ്ധിയുള്ളവരാ. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കിണർ വലിച്ചോണ്ട് വരുമോ? ഇവർക്കെല്ലാം അത്രയും കഴിവുള്ളൂ. ഇപ്പം ഇതിനെന്നാ പറ്റി? ഞാൻ കുറച്ച് തമാശയൊക്കെ പറയുന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് പറ്റിയ നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നാണോ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയത്? നാളത്തെ വക്കീലന്മാരാ. കേസ് വാദിക്കാനുള്ള നാളത്തെ വക്കീലന്മാരാ. അല്ല, വക്കീലന്മാര് മാത്രമല്ല ജിൻസി, നാളെ ജഡ്ജി ആകേണ്ടവരാ. അല്ല, ജഡ്ജി ആകുന്നു, വക്കീലല്ലേ ജഡ്ജി ആകുന്നത്. ആകാൻ പറ്റിയാലെന്ന് പറയാൻ പറ്റുമോ? ഈ പെണ്ണുങ്ങൾ ഇഷ്ടംപോലെ ജഡ്ജിമാരുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട്
ജഡ്ജി ആകേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് അവരെ കുറച്ച് കാണാൻ പറ്റിയല്ല. അപ്പം ഡാൻസ് ഉണ്ടായിരുന്നോ? അല്ല ഇത് യൂണിയൻ ഇനാഗുറേഷൻ പാർട്ടി. യൂണിയൻ ഇനാഗുറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ. എനിവേ അപ്പം വേറെ എന്തോ, അപ്പം ബസ് സ്റ്റാൻഡ് വന്നിറങ്ങി അതിൽ അങ്ങനെ പോയിട്ട് ഇങ്ങനെ അങ്ങ് പോയി അല്ലേ? ഓ, അത് ജിൻസിയുടെ റൂട്ട് കയറാതെ അതിനെ കുറുക്കെ അങ്ങോട്ട് ഞാൻ പറഞ്ഞപ്പോ അതാണ് കേക്ക്. ആര് പറഞ്ഞു? ഇവള്. ഞാൻ അല്ല, അതിനകത്ത് എനിക്ക് യാതൊരുവിധ അതിശയമില്ല. ചെറുക്കടവിലുള്ള ആളല്ലേ. എല്ലായിടവും കണ്ടല്ലോ. ഇവിടുന്ന് നടന്ന് സ്റ്റാൻഡിൽ ആ ലൈറ്റ് കാണുന്നതാണ് നിങ്ങൾ വരേണ്ട. ഇങ്ങനെ ഇറങ്ങിയാൽ മതി, താഴെ പുറത്തേക്ക് ഇറങ്ങി. ബസ് ഇങ്ങനെ ഇവിടുന്ന് കയറി ബസ് ഇവിടുന്ന് തന്നെ ഇറങ്ങി അങ്ങ് പോവാ. കാണാൻ പറ്റുമല്ലോ ഇത്. അപ്പൊ ഞാൻ കണ്ടായിരുന്നു ഈ സംഭവം. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഇവിടെയാണ് സംഭവം എന്നുള്ളത്. അപ്പൊ അവള് പറഞ്ഞു അങ്ങനെയാണ്, നമുക്ക് തെറ്റിയതാന്ന് പറഞ്ഞു. അപ്പൊ ജിൻസി നമ്മുടെ തൃശ്ശൂരുള്ള കൊച്ചെ, തൃശ്ശൂരുള്ള കൊച്ചെ കറക്റ്റ് കാര്യം മനസ്സിലായി. പക്ഷെ നമ്മുടെ പൊങ്ങത്തുള്ള കൊച്ചാണൊന്നും അറിയത്തില്ല അത്. അപ്പൊ എനിക്കറിയാം, ഞാൻ ഈ നാട്ടുകാരിയാന്ന് എന്നോട് ഫോണിൽ പറഞ്ഞപ്പോ പിന്നെ എന്നെ പേടിക്കാതിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതെ, ഞാൻ അതിലെ പോകുമ്പോൾ കട കാണുന്നതാന്ന് പറഞ്ഞു. അതല്ല ജിൻസി, വേറൊരു കാര്യം ജിൻസി മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ കാലത്ത് 10 പൈസ എസ് ടിക്ക് നമ്മൾ വേറെ ബസ്സിൽ ഇടിച്ചു തൂങ്ങിയാണ് ഞങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു കരുത്തുണ്ടാവും. പറഞ്ഞു മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ ഈ ബസ്സിൽ കയറി ഞോണ്ടാൻ വരുന്ന ആണുങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ പെണ്ണുങ്ങൾ സെറ്റിപ്പിന് വെച്ച് നല്ല കുത്തു വെച്ച് കൊടുക്കും. പറഞ്ഞു മനസ്സിലായില്ലേ? നല്ല കുത്തു വെച്ച് കൊടുക്കും. അവൻ പിന്നെ ബസ്സിൽ തന്നെ കയറുമെന്ന് സംശയമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ആ കാലം പോയിട്ട് ഇപ്പോൾ കുറേ ഞരമ്പ് രോഗി. നിങ്ങൾക്ക് സ്കൂൾ ബസ് നിങ്ങൾ പോയതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വളരെ സേഫായിട്ടാണ് നിങ്ങൾ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്രശ്നങ്ങളെയോ പ്രതിസന്ധികളെയോ നിങ്ങൾ തരണം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നിങ്ങൾ സേഫായിട്ട് പോകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ബസ്സിൽ തന്നെ നിങ്ങൾക്ക് മാമുണ്ട്, അതുപോലെ ഡ്രൈവറെ നിങ്ങൾക്ക് അറിയാം. സ്കൂൾ ഉത്തരവാദിത്തമുള്ള സ്കൂളാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഒഴുക്കിന് നീരെ നീന്താൻ പഠിച്ചിട്ടില്ല. അവിടെയാണ് പ്രശ്നം. മറ്റേ ഞങ്ങൾക്ക് പറഞ്ഞാൽ ബസ്സുകാരൻ ചിലപ്പോൾ നിർത്തിയല്ല, അത് നിർത്തിയാൽ തന്നെ ഞങ്ങളെ കയറ്റിയല്ല. നിങ്ങൾക്കറിയോ, ഈ ബസ് സ്റ്റാൻഡിലൊക്കെ വന്ന് നിന്നിട്ട് പിള്ളേരെ രണ്ടാം കക്ഷിയായിട്ട് മാറ്റി നിർത്തും. എല്ലാ ആൾക്കാരും കയറി ഇരുന്നതിന് ശേഷം മാത്രമേ ബസ് വിടാൻ നേരത്തെ 2 മിനിറ്റ് മുമ്പേ ഈ പിള്ളേരെ കയറ്റുള്ളൂ. അന്നേരം ഈ പിള്ളേർ മുഴുവൻ ചക്രവാസം വലിച്ചിടിച്ച് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും കയറുകയാണ്. എസ് ടി ആണെന്ന് പറഞ്ഞ് ബസ്സുകാർ ചെയ്യുന്ന ഒരു ക്രൂര പ്രവൃത്തിയാണത്. ഇടയ്ക്ക് അതൊരു നല്ലൊരു എസ്ഐ വന്നപ്പോൾ അതൊക്കെ നിർത്തിച്ചായിരുന്നു. എന്നാലും പലയിടത്തും ഇത് തന്നെയൊക്കെയാണ് നടക്കുന്നത്. അവർക്ക് എസ് ടി കിട്ടുന്നതിൻ്റെ പേരിൽ അവർക്ക് മുതലാകുന്നില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ബസ്സിൽ കയറിപ്പോയി പഠിച്ചുകൊണ്ട് നമുക്ക് സകലവിധ പ്രശ്നങ്ങളും ഫേസ് ചെയ്ത് നമുക്ക് അത് നമ്മുടെ എസ് ടി പൈസയിലേ ഉള്ളൂ. അന്ന് ബസ്സിൽ കിട്ടാൻ പറ്റിയില്ല, നടന്നു വരേണ്ടി വരും. നിങ്ങൾ പറഞ്ഞ പോലെ നടന്നു വരേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി നിങ്ങൾ ഇന്ന് ജനിച്ചു വീഴുമ്പോഴേ, ഇന്നിപ്പോൾ ഒരു ചേട്ടൻ വന്ന ചേട്ടൻ പറഞ്ഞേ, 2 വയസ്സുള്ള 3 വയസ്സും കണ്ടുള്ള കൊച്ച് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ, മമ്മിയുടെ മൊബൈൽ ഫോണിൽ ഞാൻ കുറച്ച് യൂട്യൂബ് കാണട്ടെന്ന് പറയും. 3 വയസ്സുള്ള വന്നിട്ട് പറയുന്നത്, ഫോണിൽ ഞാൻ മമ്മിയുടെ ഞാൻ കുറച്ച് യൂട്യൂബ് കാണട്ടെന്ന് രാവിലെ. ആ കാലമായില്ലേ? പറഞ്ഞത് അങ്ങനല്ല. മറ്റേത് ടി വി ഇല്ല, റേഡിയോ ഒക്കെ അന്നൊക്കെ ഉള്ളൂ ഒരു വീട്ടിലേക്ക്. ചെറിയ റെക്കോർഡ് പ്ലെയറൊക്കെ നല്ല കാശുള്ള വീട്ടിലേക്ക് ടി വി ഒക്കെ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ ഇന്ന് പുതിയ തലമുറയെ നല്ല രീതിയിൽ ജനിച്ചു വളർന്നുകൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് കഷ്ടപ്പാടൊന്നും അറിയത്തില്ല, ബുദ്ധിമുട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ശരിക്കുമുള്ള കഷ്ടപ്പാട് ഞങ്ങളുടെ തലമുറയും ഞങ്ങളുടെ മുമ്പത്തെ തലമുറയിൽ ഞങ്ങളുടെ അപ്പന്മാർ സുഖിമാന്മാരായിരുന്നു. കാരണം അതിനു മുമ്പത്തെ അപ്പന്മാർ കഷ്ടപ്പെട്ട് ഇഷ്ടം പോലെ ഭൂസത്തുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 10, 15, 20 ഏക്കറൊക്കെ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ തിന്ന് വാണ് ഞാൻ രാജാവ് എന്നുള്ള മട്ടിൽ അവർ കഴിഞ്ഞു. ഞങ്ങളൊക്കെ പാവം, ഞങ്ങൾക്കൊന്നും ഇവർ തന്നില്ല, ഞങ്ങൾക്കൊന്നും തരത്തില്ല. ഇവരുടെ ഞങ്ങളുടെ കാലശേഷം നിനക്ക് തരുന്നതായിരിക്കും. ഇത് കാലം വല്ലതും തീരുമോ? 85, 90 ആയിട്ട് ഒരു കാലവും തീരുന്നില്ല. കാലശേഷം ഇതെന്നെടുത്താൻ അന്തേക്കും നമ്മൾ കാലപ്പെട്ടു പോകും. കാരണം ഇപ്പോൾ ഇവർക്ക് 85 വയസ്സുള്ള നമ്മുടെ അപ്പന്മാർക്ക് ഒരു ആരോഗ്യ പ്രശ്നമില്ല. ഇവിടെ 55 വയസ്സായപ്പോഴും നമ്മൾ ഞാറായി. പറഞ്ഞ മനസ്സിലായി, പല അസുഖമായി കോപ്പായി. ഇവരുടെ കാലശേഷം തന്നെ ഈ സ്വത്ത് തിന്നിട്ടൊന്നും നമ്മൾ തിന്നാൻ പോകുന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് ഞങ്ങളുടെ തലമുറയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സൂഹിക്കുന്നത് നിങ്ങളാണ്. കാരണം ഞങ്ങൾക്ക് ഇവരിത് തരാഞ്ഞത് കൊണ്ട്, ഞാൻ എൻ്റെ അനുഭവം പറയാം, തരാഞ്ഞത് കൊണ്ടും കാലശേഷം വെച്ചതുകൊണ്ടും എങ്ങനെയെങ്കിലും പണിയെടുത്ത് എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ പ്രായമുള്ളവർക്ക്, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് 2 പേർക്കും? 23. 23. അപ്പോൾ ഈ പ്രായമൊക്കെയാണ് നമ്മുടെ പിള്ളേർക്ക്.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കടം മേടിച്ചിട്ടാണേലും നിങ്ങളുടെ കാര്യം നടത്തി തരും. പറഞ്ഞു മനസ്സിലായി. പക്ഷേ എൻ്റെ അപ്പൻ്റെ അടുത്ത് ചെന്ന് 100 രൂപ ചോദിച്ചാൽ 1000 രൂപയുടെ തെറി പറയും. ഞാൻ ഈ ഇലക്ട്രോണിക്സ് പഠിച്ചത് തന്നെ അങ്ങനെയാണ്. ഈ പുള്ളിയുടെ തെറി കാരണം ഞാൻ പോയി ഈ ടാപ്പിംഗ് ലൈറ്റ് ഉണ്ടാക്കിക്കൂടാ. അന്ന് ടാപ്പിംഗ് ലൈറ്റ് നിക്കൽ കാഡ്മിയം ബാറ്ററി എന്ന് പറഞ്ഞൊരു ബാറ്ററിയൊക്കെ ഉണ്ട്. അത് വെച്ച് ടാപ്പിംഗ് ലൈറ്റ് ഉണ്ടാക്കാൻ പാലായിലുള്ള ഒരു കടയിൽ നിന്ന് ഓർഡർ എടുത്ത് കൊടുത്തൊക്കെ ഞാൻ എൻ്റെ വട്ടച്ചെലവ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് മാറി നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് ചെയ്യും. നമ്മുടെ പിള്ളേരൊക്കെ ചോദിക്കുന്നത് 50,000 രൂപയല്ലേ ഉള്ളൂ, 10 ലക്ഷം രൂപയല്ലേ ഉള്ളൂ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആ മൈൻഡാണോ? ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ 10 ലക്ഷം രൂപയല്ലേ ഉള്ളൂ എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ 10 ലക്ഷം രൂപ ഉണ്ടാകണ എന്തുമാത്രം ബുദ്ധി. ഇനിയിപ്പം നിങ്ങൾ പഠിച്ച് LLB പഠിച്ച് നിങ്ങൾ ഇറങ്ങി കുറേ കേസുകളെല്ലാം ബാധിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. കോടതി പോയി നിന്ന് രാവിലെ നിന്ന് വൈകിട്ട് നിന്ന് പിന്നെ കോടതി ഇന്ന് ഈ കക്ഷികളുടെ കേസും ബാധിച്ച് നമ്മൾ സ്വന്തമായിട്ട് 10 രൂപ ഏൺ ചെയ്യുമ്പോഴാണ് ആ പൈസയുടെ വാല്യൂ നമുക്ക് മനസ്സിലാകുന്നത്. അത് മനസ്സിലായി കഴിയുമ്പോൾ ചിലപ്പോൾ താമസിച്ചു പോകും. പറഞ്ഞു മനസ്സിലായില്ല. അപ്പോൾ അതേ ഉള്ളൂ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഏക്കാലം നിങ്ങൾ മിടുക്കലാണ്. ഈ സാധനവും ഈ വടിയും പൊട്ടിച്ച് മറ്റേ ഗത ഹനുമാന്റെ ഗത പോലെ ഉണ്ട് ഈ സാധനം. ഇതെല്ലാം നമുക്കൊന്ന് പൊളിച്ചു നോക്കാം. അല്ല, അത് കഴിഞ്ഞിട്ട് കുന്നുംഭാഗത്ത് നിന്നപ്പോ നമ്മൾ ഇങ്ങോട്ടാന്ന് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു KR ബേക്കറി. KR ബേക്കറി എനിക്കറിയാം, അറിയാതെ. എന്നിട്ട് കുന്നുംഭാഗത്ത് നിന്ന് അവര് നേരെ കോട്ടയത്തിന് പോയി. മടക്കത്ത് നടന്നുപോയി. അയ്യോ പാവം പിള്ളേര് കേട്ടോ. ഇവരെ എങ്ങനെ ഇവിടെ എത്തിയില്ലോ. ഇപ്പൊ കൂട്ടുകാരുടെ വീട്ടിലോട്ടാണോ ഇനി പോകുന്നത്? ചെറുവഴിക്ക് തിരിച്ചു പോവോ? ബസ് കിട്ടുവോ? എന്നാ പെട്ടെന്ന് എഴുതി പിള്ളേരെ പിടിക്കും, അവര് പോട്ടെ. JB അല്ല. പപ്പ പണി തന്ന് വിട്ടതാ തൃശ്ശൂരിന്ന്. നീ തൊടുപുഴയല്ല പോകുന്നത്, നീ കൊടുത്തിട്ട് പറയാ. അപ്പൊ ഈ കൂട്ടുകാർ ഇവിടെ വന്ന് ജോയിൻ ചെയ്താണോ അവിടുന്ന് ഒന്നിച്ച് വന്നാണോ? ഇനി തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാ. ഇത് തരാൻ വേണ്ടി വന്നതാ. ചുമ്മാ ചർക്കടവിലേക്ക് ഒന്ന് പോയിട്ട് വന്നേ. ആ കിണറ്റിൽ പോയി ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വാ. എവിടെ? അമ്പലത്തിൽ ഉത്സവ പോകുന്നില്ലേ? അതുകൊണ്ട് പോകുന്നില്ല. അതൊക്കെ ഒന്ന് പോയി കൂടി ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് പഴയ കൂട്ടുകാരെ എല്ലാം ഒന്ന് കണ്ട് അടിച്ചു പൊളിച്ച് വരണ്ടേ. അപ്പൊ ഇത് ഓണാകുന്നില്ലെന്നാണോ മോളെ കംപ്ലൈന്റ്? ഓക്കെ. അതിന്റെ റിമോട്ട് വരും അല്ലേ? റിമോട്ട് അത് നമുക്ക് നോക്കാം. ബാറ്ററി ഊരി എടുക്കാൻ പറ്റുന്നില്ല, അതിനുള്ള പണി ഞാനിവിടെ നടത്തി. ഓക്കെ ശരി. അത് ഓണാകുന്നില്ലെന്നാണോ? അതെ. നിങ്ങൾ പറയുന്ന കിട്ടാൻ കൂടെ വെച്ചാ. മറ്റേ ഇവിടെ ലൈറ്റ് കത്തണ്ട. അപ്പോൾ എഴുതി AC കോഡ് റിമോട്ട് എഴുതി പെട്ടെന്ന് വരെ വിട്ട് രാത്രി ആവുന്നതിന് മുമ്പ് പിള്ളേർ തൊടുവഴി എത്തട്ടെ. അപ്പോൾ 2:22. ഇപ്പൊ സമയം എന്നാന്നറിയോ? ഇപ്പൊ സമയം ഞാൻ പറയാവേ. അതെ, തൊടുപുഴയിൽ നിന്നും വന്ന ആൾക്കാരാണ്. 6:43 ആയപ്പോഴെത്തി. തൊടുപുഴയിൽ നിന്നും പാലായിൽ നിന്ന് വഴി. പാലാ വഴിയാണോ വന്നേ? ഇത് ഏറ്റവും എളുപ്പം ഈരാറ്റുപേട്ട തൊടുപുഴ. ഇനിയിപ്പം നേരെ ഈരാറ്റുപേട്ടയും തൊടുപുഴ. ഇവിടും തൊടുപുഴയ്ക്ക് ഡയറക്റ്റ് ബസ് കാണും. പിന്നെ പാലായ്ക്ക് പോകുന്ന സമയത്ത് തൊടുപുഴ ചെല്ലും. അല്ല, അതും നല്ല വഴിയാ, വഴി നല്ലതാ. അപ്പൊ 1 കിലോമീറ്റർ കുറച്ച് കൂടുതലാണ്. അല്ല കുഴപ്പമില്ല, നമ്മുടെ റോഡ് അതാണല്ലോ നമ്മുടെ നാടും ഒക്കെ അങ്ങനെ ആണല്ലോ. നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞല്ലോ. മനസ്സിലായില്ലേ? വേറൊരു ഉപമയുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാ. എന്താ വീഡിയോ വിളിച്ചത് അവിടെ ഓടി കേട്ടോ. ആ അപ്പൊ അവൾ എന്നാ വിചാരിച്ചോണ്ടാ ഇവിടെ നിന്ന് വലിയ ഡയലോഗ് ഇട്ട്. ഈ ക്യാമറയേ ഉള്ളൂ, ഇതല്ലേ ക്യാമറ ഇരിക്കുന്നത്, പുറകിലല്ലേ ക്യാമറ ഇരിക്കുന്നത്, അതിലല്ലേ ക്യാമറ ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ തന്നെ മൈക്കിരിപ്പുണ്ട്, അവിടെ മൈക്കിരിപ്പുണ്ട്, അവിടെ ഉണ്ട്. മുഴുവൻ കംപ്ലീറ്റ് 360 ഡിഗ്രി ക്യാമറ ഉണ്ട് ഇതിനകത്ത്. അവളുടെ മുഴുവൻ ഓഡിയോയും സകല സാധനവും കിട്ടും. പറഞ്ഞ് മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ. അല്ലാതെ നമ്മൾ ക്യാമറ കടയിൽ നിൽക്കാൻ പറ്റും. ഇവിടെ എന്തെല്ലാം സൈസ് ആൾക്കാരാണ് വരുന്നത്. ഇവിടെ ഇരിപ്പുണ്ടോ മൈക്ക്?
റെക്കോർഡിങ് മൈക്ക് ഇതിൻ്റെ വിളവിലെല്ലാം ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പല സൈസ് ആൾക്കാർ വന്നിട്ട് പല രീതിയിൽ പെരുമാറുമല്ലോ. അപ്പം ഇവിടെ ഇതുണ്ടോ മൈക്ക് ഇരിക്കുന്നുണ്ട്, അത് മൈക്കാതെ ഡ്യൂം മൈക്ക മുഴുവൻ അത് റെക്കോർഡാവും. ഒരു 20 ദിവസത്തിനുള്ളിൽ നമുക്ക് അത് എടുക്കാം, ബാക്കപ്പ് എടുക്കാം. 20 ദിവസം അല്ല, വയറിടാം. ഇതുണ്ടല്ലോ വയറുണ്ട്, ഇത് കണ്ടോ, ഇതിലെ വയറുണ്ട്, കണ്ടോ വയറ് കിടക്കുന്നുണ്ടോ, വയറുടെ അത് ഫുൾ വയർ ലൈനപ്പ് ചെയ്ത്. ഇത് പക്ഷേ ബ്ലൂടൂത്താ. ഈ ക്യാമറ ബ്ലൂടൂത്ത് അല്ല, വൈഫൈ, മറ്റേ വൈഫൈ ക്യാമറ. നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാം, ഇൻ്റർനെറ്റ് വഴിയുള്ള. ഈ ക്യാമറ ഇപ്പോൾ ഫേമസാണ്, എല്ലാ വീട്ടിലും വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ഓണാക്കി ഇട്ടാച്ചാൽ മതി. ഇപ്പൊ എല്ലാരും അറിയും. ഇപ്പൊ കംപ്ലീറ്റ് ഇന്നലെ നിങ്ങളോടൊന്നും പറയാൻ കൊണ്ടില്ല, ഓരോന്ന് കാണിക്കുന്നത് വളരെ. പക്ഷെ നമ്മൾ നേരായിട്ട് പോയാൽ മാത്രമേ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിൽക്കത്തില്ല. ഉടായ്പ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ വക്കീലായാലും വക്കീലിന് ജോലി നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഒരു റിസ്കി പ്രൊഫഷൻ തന്നെയാണ്. ചില കസ്റ്റമറൊക്കെ വന്നിട്ട് അവർക്ക് അവരുടേതായ പ്രശ്നമായിരിക്കും. പിന്നെ നമ്മൾ ഈ കേസ് ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ നുണയായിരിക്കും ചിലപ്പോൾ വന്ന് പറയുന്നത്. അത് കുറേ കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോബായിട്ടാണ് എനിക്ക് വക്കീൽ ജോലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏറ്റെടുത്തപ്പോൾ നിങ്ങൾക്കത് അതിൻ്റേതായ ഒത്തിരി പ്രശ്നങ്ങൾ വരും. അത് ഫേസ് ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടത്തോട് മുമ്പോട്ട് പോവുക. പിന്നെ വക്കീലാണ് ഇന്നത്തെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് നീതി മേടിച്ചു കൊടുക്കുന്നവർ, പറഞ്ഞു മനസ്സിലായില്ലേ? അത് പോലീസിൻ്റെ കയ്യിൽ നിന്നും ബാക്കി എല്ലാവരുടെ കയ്യിൽ നിന്നും നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടനിലക്കാരാണ് വക്കീലുമാരെന്ന് പറയുന്നത്. അവരില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. അപ്പം ഞാൻ നിർത്തുവാണ്. നിങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക്. അല്ലെങ്കിൽ വണ്ടി നിങ്ങൾ ആ സ്റ്റാൻഡിൽ ചെന്നിട്ടേ തൊടുപുഴയ്ക്ക് ഡയറക്റ്റ് ബസ് വരും. ചിലപ്പോൾ തൊടുപുഴയ്ക്ക് ഡയറക്റ്റ് ബസ് കാണും. അത് പാലാ വഴി പോയാലും കുഴപ്പമില്ല, ഈരാറ്റുപേട്ട വഴി പോയാലും കുഴപ്പമില്ല, രണ്ടും വലിയ വ്യത്യാസമില്ല. നേരെ സ്ഥലം വിട്ടു. ഇവരുടെ നമ്പറൊക്കെ ഇത് 2.1 ക്ലാസ് ഡി ആംപ്ലിഫയറാണ്. 24 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും കൊള്ളാവുന്ന കുറച്ച് ഒരു 50 വാട്ട്സൊക്കെ ഉള്ള 100 വാട്ട്സൊക്കെ ഉള്ള സ്പീക്കർ ഉണ്ടെങ്കിൽ ആ സ്പീക്കറെല്ലാം കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഒരു സ്കൂട്ടർ തന്നെ ഏതെങ്കിലും മതി, അത് മതി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യം നമുക്ക് സബ് ഊഫർ കൊടുക്കാം. സബ് ഊഫർ കൊടുക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് അത് നോക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്പീക്കറിലും അത് എഴുതിയിട്ടുണ്ട്, സ്പീക്കറിലും പോസിറ്റീവ് നെഗറ്റീവ് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് കൊടുക്കാം. ഇത് മറ്റേ പണ്ടൊക്കെ നമുക്കൊരു നല്ല പവറുള്ള ഒരു സിസ്റ്റോ പാട്ടോ ഒക്കെ കേൾക്കണമെങ്കിൽ വലിയ ട്രാൻസ്ഫോമർ വെച്ച് 10 ആമ്പിയർ ട്രാൻസ്ഫോമറൊക്കെ വെച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് 50 വാട്ട്സ് കറണ്ടേ ഇതിനകത്ത് ആകെ എടുക്കുകയുള്ളൂ. ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന പോലത്തെ വല്ലതും കറണ്ട് വരും. ഇതിൽ ബ്ലാക്ക് ലൈനുള്ളത് നെഗറ്റീവ്, ഇതിനകത്ത് ബ്ലാക്ക് ലൈനുള്ളത് നെഗറ്റീവ്, ലൈൻ ഇല്ലാത്തത് പോസിറ്റീവ്. അങ്ങനെ 2 ചാനലുണ്ട്. നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ അത് കഴിഞ്ഞ് നെഗറ്റീവ്, ഇതിൻ്റെ നെഗറ്റീവ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ലെഫ്റ്റ് ചാനൽ റൈറ്റ് ചാനൽ സബ് ഊഫർ കണക്ഷനായി. ഇത്ര നമുക്ക് ഇതിനകത്തുള്ളൂ. ഏത് സ്പീക്കറും നമുക്ക് നാളെ ഇതിന് പവർ കൂട്ടണമെന്നുണ്ടെങ്കിൽ JBL കൊടുക്കണം, മേടിച്ച് JBL കൊടുക്കാം, സോണി മേടിച്ച് കൊടുക്കണം, സോണി മേടിച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പൈസ അനുസരിച്ച് നമുക്ക് മേടിക്കാം. ഇത് പവർ സപ്ലൈ 10 ആമ്പിയർ 24 വോൾട്ട് പവർ സപ്ലൈ. ഇതിപ്പോൾ നേരെ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇത് ബ്ലൂടൂത്തിലാണ് വരുന്നത്. ബ്ലൂടൂത്തിൽ ഇത് കണ്ടിങ്ങനെ മിന്നാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് നമ്മുടെ മൊബൈലിൽ ബ്ലൂടൂത്ത് നമ്മൾ ഓൺ ചെയ്യുക. സോണിയുടെ സ്പീക്കർ അത് പഴയ ഹൈഫൈ സിസ്റ്റത്തിന്റെ സ്പീക്കറാണ്. ഒരു സബ് ഊഫർ പഴയ ഹൈഫൈ സിസ്റ്റം ഒരു പരിവായി കിട്ടും. ബ്ലൂടൂത്ത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇത് ആപ്ലിക്കേഷനുള്ള മോഡലാണ്. ആപ്പുണ്ട് നമുക്ക് ഈ ഗ്രേസർ വെക്കുക, ഓൾട്ടൈം മറ്റേ ഇതിൻ്റെ ഓളയും കൂട്ടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതേ ചെയ്യാതെ നമുക്ക് ഇതിലും മൊബൈലിലും ആപ്പിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് വേണമെങ്കിൽ ഒരു മൈക്കിന് ഇവിടെ കൊടുക്കാം, ഒരു ലൈനിന് എക്സ്ട്രാ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അതുകൂടാതെ ഒരു സബ് ഊഫർ ഔട്ട് എടുത്ത് വേറെ സബ് ഊഫർ ഇന്നിലേക്കും കൊടുക്കാൻ 3 ഔട്ട്പുട്ട് എക്സ്ട്രാ പിന്നുണ്ട്. പിന്നെ ഓക്സിനുണ്ട്. ഇവിടെ നമ്മുടെ TV-യുടെ സൗണ്ടൊക്കെ കൊടുക്കാൻ ഓക്സിനുണ്ട്. ഇവിടെ USB ഓഡിയോ പെൻഡ്രൈവ് കുത്താനുള്ള ഓപ്ഷനും
ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞ് വണ്ടിയിലൊക്കെ വെക്കണേലും വെക്കാം. 12 വോൾട്ട് കൊടുത്താലും ഇത് വർക്ക് ചെയ്യും. 12 തൊട്ട് 24 വോൾട്ട് വരെ എല്ലാ വോൾട്ടേജും ഇത് ഓക്കെയാണ്. അപ്പോൾ വണ്ടിയെ 12 വോൾട്ടിൽ കൊണ്ട് ഇത് കണക്ട് ചെയ്താലും ഇത് വർക്കാവും. നമ്മളിത് 24 കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മാക്സിമം പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ിരിക്കും. അപ്പോൾ നമ്മളിത് ബ്ലൂടൂത്തിൻ്റെ ഇത് ഏതാണെന്ന് നോക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒത്തിരി എണ്ണം ഇത് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഏതാന്ന് നോക്കുന്നത്. ഇപ്പോൾ അവരോട് സംസാരിക്കണ്ടേ? ഇത് കഴിഞ്ഞിട്ട് ഇത് BT ആപ്പ് എന്നാണ് ഇതിന് വരുന്നത്. ഇതിപ്പോൾ ഒത്തിരി എണ്ണം വന്ന് കിടക്കുന്നതുകൊണ്ട് ഏതാണെന്ന് ഞാൻ നോക്കട്ടെ. മനസ്സിലായി. നമ്മൾ നേരത്തെ പറയണം അടി വരുമോ? ഏബിൾ അത് വേറെ ആണല്ലോ. മറ്റേ ബ്ലൂടൂത്ത് ആപ്പ് എന്നാണ് വരുന്നത്. റിഫ്രഷ് ചെയ്ത് വിട്ടാൽ പുതിയ വരുമെന്ന് എനിക്ക് അല്ലേ? അത് കണ്ടുപിടിക്കത്തില്ല. ബ്ലൂടൂത്തുമായിട്ട് സെറ്റായി. ഞാൻ വേറെ പാട്ടിടാം. യൂട്യൂബിലിടാൻ നോ കോപ്പിറൈറ്റ് സോങ് ആണ്. നമ്മൾ ഈ 3000 രൂപ 4000 രൂപ കൊടുത്ത് മേടിക്കുന്ന ആ ഹോം തിയേറ്ററിലൊന്നും ഒരു സൗണ്ടും കിട്ടുകയില്ല. അതിൻ്റെ എല്ലാം കാലം കഴിഞ്ഞ് ഇനിയിപ്പോൾ ആരും അത് വാങ്ങില്ല. അല്ല, ഇവിടെ ഇപ്പൊ വേറെ കുറച്ച് പരിപാടി ആയിട്ട് ഇറങ്ങി. അതെയോ? തൃശ്ശൂരാ വീട്? അല്ല, വീട് അഞ്ചൽ. ഇവിടെ അവിടെ ജോലി ചെയ്യുന്നത്. ഇത് കൂട്ട് പാട്ടുകൾ ഇട്ടില്ല, NCS പാട്ടിട്ടില്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും. അതാണ് പ്രശ്നം. അത് മറ്റേ പാട്ടുകളെ വെച്ച് നോക്കുമ്പോൾ നല്ലതൊന്നുമല്ല. എന്നാലും നമുക്കത് യൂട്യൂബിൽ ഇടണം. അത് വേണം. ഇത് 12 ഇഞ്ച് സബ്വൂഫർ വരെ കൊടുക്കാം. സോണിയുടെ 12 ഇഞ്ച് വരെ കൊടുക്കാം. പകുതി വോളിയം വെച്ചിട്ടുള്ളൂ സബ്വൂഫറിൻ്റെ. കൂടുതൽ വെക്കത്തില്ല, ചെറുതായിരുന്നു.